ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിചിത്രമായ വിഷയമായിട്ട് നമുക്ക് തോന്നാം. മറ്റേതെങ്കിലും ഒരു സാങ്കേതിക വിദ്യയിലെ സുതാര്യതയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടാറില്ല. ഉദാഹരണത്തിന് ഒരു വിമാനത്തിന്റെ കാര്യമെടുക്കുക. വിമാനം എന്തുകൊണ്ട് ഈ ഉയരത്തിൽ പറന്നു എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിലെ യന്ത്രസാമഗ്രികൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പൈലറ്റ് ഉണ്ട്. അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അതിലെ യന്ത്രത്തിന്റെ ഘടനയും ആ യന്ത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവർത്തന രീതികളും എല്ലാം കൂടെ ചേർന്നാണ് ഇങ്ങനെയുള്ളൊരു ഉയരം കൂടുന്നു അല്ലെങ്കിൽ ഉയരം കുറയുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഒരു കാറിനെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു അച്ചടി യന്ത്രത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. യന്ത്രത്തറികളെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനെ പ്രവർത്തനത്തിൽ സുതാര്യത ഇല്ലായ്മ ഉള്ള മറ്റൊരു സാങ്കേതിക വിദ്യ ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ സുതാര്യത ഇല്ലായ്മ അല്ലെങ്കിൽ സുതാര്യത ഒരു വിഷയമായി തോന്നിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് നിർമ്മിത ബുദ്ധിയുടെ മേഖലയിൽ വന്നു പെട്ടത് എന്നുള്ളതാണ്. അതിലേക്ക് പോകുമ്പോൾ നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യകാലത്തെ നിർമ്മിത ബുദ്ധിയിൽ നമുക്ക് അത്തരം സങ്കീർണതകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാകുന്നു. ആദ്യകാലത്തെ നിർമ്മിത ബുദ്ധിയിൽ വളരെ സങ്കീർണമായ നിയമാവലികളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഒരു ഉപയോക്താവ് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു പക്ഷേ സുതാര്യതയൊന്നും തോന്നിയേക്കില്ല എങ്കിൽ കൂടിയും അതിൽ വൈദഗ്ധ്യമുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വിരൽ ചൂണ്ടി കാണിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. പക്ഷെ അതിൽ നിന്നും റോബോട്ടുകളിലേക്ക് പോയി. റോബോട്ടുകൾ വരുമ്പോൾ അവിടെ സെൻസറുകൾ വരികയുണ്ടായി. അപ്പൊ സെൻസറുകൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ പ്രവർത്തനം പോലെയാണ്. ഇന്ദ്രിയ സമാന പ്രവർത്തനങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മുടെ എയർ കണ്ടീഷണർ തന്നെ എടുത്താൽ അതിൽ ഇന്ന ടെമ്പറേച്ചറിന് മീതെ പോയാൽ അത് എയർ കണ്ടീഷണർ കുറച്ചുകൂടി ശക്തിയായി പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഓൺ ആവും. അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതികളുണ്ട്. അതുപോലെ തന്നെ റോബോട്ട് സാങ്കേതിക വിദ്യകളിലും മറ്റുമൊക്കെ റോബോട്ട് ഒരു തടസ്സം കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ വ്യക്തമായിട്ട് അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവർത്തന തലത്തിലെ സങ്കീർണതകളും ഈ സെൻസറുകളുടെ ഉപയോഗവും നിമിത്തം നമുക്ക് അത്രയൊന്നും സുതാര്യത തോന്നിയില്ലെങ്കിൽ തന്നെയും അതിൽ വൈദഗ്ധ്യമുള്ള ആൾക്ക് തീർത്തും കണ്ടെത്താൻ സാധിക്കും. നമുക്ക് ഒരുപക്ഷെ ഈ അവസരത്തിൽ ആലോചിക്കാവുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയിൽ റോബോട്ടിന്റെ പ്രവർത്തനത്തിലെ സുതാര്യമില്ലായ്മ വരുന്നത് റോബോട്ട് ഇടയ്ക്ക് മനുഷ്യന്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമാണ്. അതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇന്നുള്ള നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് പലപ്പോഴും ഉള്ള നമുക്ക് ലഭിക്കുന്ന പല പല നിർദ്ദേശങ്ങളും, നിർമ്മിത ബുദ്ധിയിൽ നിന്ന് ലഭിക്കുന്ന പല തീരുമാനങ്ങളും നമുക്ക് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയില്ല. അതിൽ ഒരു ഘടകം അതിന്റെ വിവരസ്രോതസ്സുകളുടെ പുറത്തുള്ള ആശ്രിതത്വമാണ്. വിവരസ്രോതസ്സുകളിലുള്ള വിവരങ്ങളും പ്രോഗ്രാമർ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളും ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരസ്രോതസ്സുകളിലുള്ള ഏത് തരം വിവരങ്ങളാണ് ഉപയോഗിച്ചതെന്നോ പ്രോഗ്രാമിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശക്രമങ്ങളുമായിട്ട് എങ്ങനെ സംയോജിപ്പിച്ചുവെന്നോ മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ വന്നുപെടുന്നു. അങ്ങനെ പ്രോഗ്രാമറുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലിടുന്ന സാങ്കേതിക വിദ്യയിൽ നിന്ന് വിവരസ്രോതസ്സുകളുടെ ഉൾപ്പെടുത്തലിലൂടെ ഒരുപാട് മനുഷ്യരുടെ തീരുമാനങ്ങൾ കൂടി നിർമ്മിത ബുദ്ധിയുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു തുടങ്ങി. അതിലൂടെയാണ് നിർമ്മിത ബുദ്ധിയിലെ സുതാര്യത എന്നുള്ളത് ഒരു വലിയ വിഷയമായി ഉയർന്നു വരുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നിർമ്മിത ബുദ്ധിയിലെ സുതാര്യതയെക്കുറിച്ചുള്ള വിജ്ഞാനകോശത്തിലെ ലേഖനം.